വരാൻ പോകുന്ന ഐഫോൺ 16 സീരീസിനെ ഗൂഗിൾ ഇങ്ങ് നേരത്തെ പുറത്തിറക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പുറത്തിറക്കിയ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകളെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഐഫോണിന്റെ ഒരു സെയിം ബിൽഡ് ക്വാളിറ്റിയാണ് ഇത്തവണ നമുക്ക് ഗൂഗിൾ 9 സീരീസ് ഫോണുകളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഐഫോൺ 16 സീരീസിൽ വരാനിരിക്കുന്ന ആപ്പിൾ ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്ന എഐയുടെ ധാരാളിത്തം ഇപ്പോഴേ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ രണ്ട് ഫോണുകളും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫ്രെയിം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഫോൺ ലൈക്ക് ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യും. കാഴ്ചയിൽ ഒരു പക്ഷേ അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷേ കണ്ണടച്ചുകൊണ്ട് ഈ രണ്ട് ഫോണുകളും ഐഫോണും ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകളും കയ്യിൽ പിടിച്ചാൽ നമുക്ക് രണ്ട് ഫോണുകളും മാറിപ്പോകും. കാരണം അത്രയും ഒരു ഐഫോൺ ലൈക്ക് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി 9 സീരീസ് ഫോണുകളിലേക്ക് ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഗൂഗിളിനെ സംബന്ധിച്ചൊരു മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റിയുമായി പുറത്തിറങ്ങുന്ന ഫോണുകളാണ് ഐഫോണുകൾ. അത് ആർക്കും തർക്കമുണ്ടാവില്ല. അത്രയും ഒരു ബിൽഡ് ക്വാളിറ്റിയിലേക്ക് ഗൂഗിൾ തങ്ങളുടെ ഫോണിനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്ന് വേണം നമുക്കിതിനെ നോക്കിക്കാണാൻ. എഐ കൊണ്ടുള്ള ഒരു മാജിക് തന്നെയാണ് ഗൂഗിൾ പിക്സൽ 9 സീരീസിൽ ഗൂഗിൾ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എഐ ഫീച്ചർ എന്ന് പറയുന്നത് ആഡ്മി എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട് പിക്സൽ 8 സീരീസിൽ ഗൂഗിൾ കൊണ്ടുവന്ന ഒരു പുതിയ എഐ ഫീച്ചർ എന്ന് പറയുന്നത് ബെസ്റ്റ് ടേക്ക് എന്നായിരുന്നു. അതായത് ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഒന്നിലധികം ഫോട്ടോകൾ എടുത്താൽ ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് കണ്ണ് ചിമ്മുന്ന ഫേസ് ഒക്കെ മാറ്റി നമുക്ക് മറ്റ് ഫോട്ടോകളിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചുകൊണ്ട് അടിപൊളി ഒരു ഔട്ട് നമുക്ക് ഒരു ഫോട്ടോ ആയിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. നമ്മൾ സാധാരണ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു 3 പേര് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, നമ്മുടെ ഫോൺ മറ്റൊരാളുടെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൊടുത്തിട്ടായിരിക്കും ഞങ്ങൾ 3 കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് പലപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോൺ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി നമുക്ക് പോകേണ്ടി വരുന്നില്ല. കാരണം ആദ്യം ഈ 3 പേരിൽ 2 പേരെ നിർത്തിക്കൊണ്ട് ആ മൂന്നാമത്തെ ആൾ ഒരു ഫോട്ടോ എടുക്കുന്നു. പിന്നീട് ആ 2 പേരും ഫോട്ടോയിൽ നിന്ന് 2 പേരെയും മാറ്റി അതിലൊരാൾ വന്ന് ഫോൺ വാങ്ങിയതിന് ശേഷം ഈ ആദ്യം ഫോട്ടോ എടുത്ത ആൾക്ക് ആ ഭാഗത്ത് കൃത്യമായി ചെന്ന് നിന്നാൽ അയാളുടെ മാത്രം ഫോട്ടോ എടുത്തുകൊണ്ട് ആദ്യത്തെ 2 പേരുടെ ഫോട്ടോയോടൊപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരൊറ്റ ഫ്രെയിമാക്കി അടിപൊളിയായിട്ട് ആ 3 പേരും കൂടെ ചേർന്നെടുത്ത രീതിയിലുള്ളൊരു ഫോട്ടോ ഗൂഗിൾ മാറ്റി തരുന്നു എന്നുള്ളത് ഒരു അടിപൊളി ഹൈലൈറ്റ് ആണ്. ആക്ച്വലി ഞാൻ ഇങ്ങനൊരു ഫീച്ചർ ഗൂഗിൾ പിക്സൽ 9 സീരീസ് വന്നപ്പോൾ ഇതൊരു അത്യാവശ്യ ഫീച്ചർ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്ന് പലരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്ന എന്താണ്, സെൽഫി എടുക്കും അല്ലേ. 4 പേരോ 5 പേരോ ഒക്കെ ഗ്രൂപ്പായിട്ട് വന്നാലും നമ്മൾ സാധാരണ ഒരു സെൽഫി എടുത്താണ് ഇത്തരം ഒരു പ്രശ്നം പരിഹരിക്കുന്നത്. ഇന്ന് വരുന്ന പല ഫോണുകളിലും മികച്ച സെൽഫി ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുമെന്നിരിക്കെ ഈ ഒരു ഫീച്ചറിന് എത്രത്തോളം ഉപയോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കിടിലൻ ഫീച്ചർ എന്തായാലും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ നൽകിയിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് പിക്സൽ സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഫോണിൽ പലപ്പോഴും ബ്രൗസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പല വിവരങ്ങളും കാണുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അത്തരത്തിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുന്ന ആ സ്ക്രീൻഷോട്ടുകളെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആപ്പാണ് പിക്സൽ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്താണ് അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വിവരം നമുക്ക് ഇത്തരത്തിൽ സെർച്ച് ചെയ്തുകൊണ്ട് തിരയാം. അത്തരം സ്ക്രീൻഷോട്ടുകൾ എടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കുകളിൽ ഒരു ക്ലിക്കിലൂടെ കയറി പോകാം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി സംവിധാനവും ഇത്തവണ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്പിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്പായിട്ടാണ് ഇത്തവണ ഗൂഗിൾ ഇത് നൽകിയിരിക്കുന്നത്. മറ്റൊരു AI ഫീച്ചറാണ് പിക്സൽ സ്റ്റുഡിയോ. അതായത് നമുക്ക് പിക്സൽ സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റുകൾ നൽകിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകളും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഇത്തരത്തിൽ ഗൂഗിളിന്റെ ഈ ഒരു പിക്സൽ സ്റ്റുഡിയോയിലേക്ക് വന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ്, ഏത് കാറ്റഗറി ഫോട്ടോ വേണമെന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇത്തരത്തിൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ടുള്ള AI രീതിയിലുള്ള ഫോട്ടോകൾ നിർമ്മിച്ചു തരും. അതുപോലെ ഇത്തവണ പിക്സൽ 9 സീരീസിലേക്ക് വന്ന ഏറ്റവും വലിയൊരു AI ഫീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ ജെമിനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഗൂഗിൾ ജെമിനൈ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ AI ഇന്റലിജൻസ് സംവിധാനമാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഡേറ്റകൾ കിട്ടുന്നത് വെബിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഗൂഗിൾ ജെമിനൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനുള്ളിൽ തന്നെയുള്ള വിവരങ്ങളെ കണ്ടെത്തി അതിനെ സമ്മറൈസ് ചെയ്ത് തരാൻ പോലും ഈ ഒരു ഫോണിന് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഇമെയിലിലേക്ക് വന്നിരിക്കുന്ന KSEBയുടെ ബില്ലുകളെല്ലാം കൂടി കാണിക്കണമെന്ന് നമ്മൾ ജസ്റ്റ് ഒരു വോയിസ് പ്രോംപ്റ്റ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനൈ എൻ്റെ മെയിൽ ഇൻബോക്സിലേക്ക് ചെന്ന് KSEB അയച്ചിരിക്കുന്ന എല്ലാ മെയിലുകളെയും സമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ടോട്ടൽ ചെയ്ത് സമ്മറൈസ് ചെയ്ത് കാണിക്കാനുള്ള കഴിവും ഒക്കെ ഈ ഒരു ഫോണിനകത്തുണ്ട്. The bill amount is
3,059 rupees. The bill date is the 15th of July 2024. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് MKBHD ഒരു ഗൂഗിൾ പിക്സൽ 9 തന്നെ ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ ആ വീഡിയോ കാണാൻ എനിക്ക് സമയമില്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയോട് ജസ്റ്റ് ആ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ആക്കി നമുക്ക് കാണിച്ചു തരുന്ന AI-യുടെ മറ്റൊരു മായാജാലവും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. In this video, Google Pixel 9 Pro is being reviewed. Overall, the Google Pixel 9 Pro is a great smartphone with a lot to offer. AI ഇമേജ് എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് ഇമാജിൻ. ഇപ്പൊ ഞാൻ എടുത്ത ഒരു സെൽഫിയാണ് ഈ കാണുന്നത്. എൻ്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ വീടെന്നുള്ളത് മാറ്റി എനിക്ക് താജ്മഹലിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്ന എന്തിന്റെ മുന്നിൽ വേണമെങ്കിലും എനിക്ക് നിർത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രീൻ ഗ്രാസ് ഇട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന്റെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഒരു ദിനോസറിന്റെ കൂടെ നിൽക്കുന്നത് വേണമെങ്കിൽ അതിന്റെ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. ഈജിപ്തിൽ നിൽക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ നമ്മളെടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അതിനുള്ള പ്രോംപ്റ്റ് നൽകിയാൽ മതി. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ എടുത്ത ഫോട്ടോയിൽ കാണുന്ന ഒബ്ജക്റ്റുകളെ ഇമാജിൻ ചെയ്ത് മറ്റ് ഫോട്ടോകളാക്കി മാറ്റാനും ഈ ഒരു ഗൂഗിൾ പിക്സൽ 9 സീരീസിലെ AI സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ജെമിനയിലേക്ക് വന്ന ഗൂഗിൾ ജെമിനൈ ലൈവ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ഒരു എക്സ്പെർട്ടിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് അതിനുള്ള മറുപടി കിട്ടി, ആ മറുപടിയിൽ നിന്നുള്ള വീണ്ടുമുള്ള സംശയങ്ങൾ ചോദിച്ച് അതിൻ്റെ മറുപടി എടുത്ത് അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഒരു എല്ലാം അറിയുന്ന ഒരാളോട് നമ്മളുടെ സംശയങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിൽ പോലും നമുക്ക് ഇത്തവണ AI ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ജെമിനൈ ലൈവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും എന്നുള്ളതും ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകളുടെ പ്രത്യേകതയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ഒരു ദിവസം മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളെങ്കിലും ഞാൻ കുറച്ച് ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. നമുക്കറിയാം ഗൂഗിൾ പിക്സൽ ഫോണുകൾ എപ്പോഴും ക്യാമറയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഫോണുകൾ തന്നെയാണ്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, മികച്ച ഫോട്ടോസും വീഡിയോസും ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്, അതിനകത്ത് തർക്കമില്ല. എന്നിരുന്നാലും ചില പ്രത്യേക കണ്ടീഷനുകളിൽ ചില മോശം ഫോട്ടോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. ഈ കാണുന്ന ബുദ്ധന്റെ പ്രതിമയുടെ ഫോട്ടോ വളരെ മനോഹരമായി കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ഫോട്ടോയുടെ കേസിൽ. പക്ഷേ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറി ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തിച്ചുകൊണ്ട് അതേ പ്രതിമയുടെ ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ രണ്ട് ഫോട്ടോകളും ഇതുപോലെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ആ പ്രതിമയുടെ കളർ രണ്ട് ഫോട്ടോയിലും വ്യത്യസ്തമായി മാറുന്നതായിട്ട് കാണാം. ചുരുക്കി പറഞ്ഞാൽ കളറിനെ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പതർച്ച ഈ രണ്ട് ഫോട്ടോകളിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു വളരെ നല്ല കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് ഇത്തരം ഒരു പതർച്ച വരുന്നത് വളരെ കുറച്ച് ഫോട്ടോകൾ മാത്രമാണ് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് വൈഡ് ആംഗിൾ 1x 2x 5x വരെ ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എടുത്തത് ഇതിനകത്ത് 5x മോഡിലുള്ള ഫോട്ടോകളാണ്. കാരണം ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകളിൽ ആ ഒരു ടെലിഫോട്ടോ സെൻസറിൽ നിന്ന് വരുന്ന ഫോട്ടോകളാണ് ഏറ്റവും ഗുഡ് ലുക്കിംഗ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബോക്കെ എഫക്റ്റ് കൊടുത്തുകൊണ്ട് ഒരു DSLR ലൈക്ക് ഫോട്ടോ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്തുള്ള 5x തന്നെ എടുക്കണം, അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഗൂഗിൾ അവകാശപ്പെടുന്നത് ഇന്ന് വരെ ഇറങ്ങിയ ഏതൊരു സ്മാർട്ട് ഫോണിനകത്തും ഉള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. അതിന് കാരണം ഈ ഒരു ഫോണിനകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോകളെ വീണ്ടും വീഡിയോ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രെയിൻ എല്ലാം ഒഴിവാക്കി ഹൈ ക്വാളിറ്റിയിലേക്ക് വീണ്ടും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ 48 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ, ഇങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് പ്രോയിലും പ്രോ എക്സലിലും ഗൂഗിൾ നൽകിയിരിക്കുന്നത്. എന്നാൽ പിക്സൽ 9 വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ടെലിഫോട്ടോ സെൻസർ ഇല്ല. ബാക്കി ഈ പറയുന്ന മെയിൻ സെൻസറും വൈഡ് ആംഗിൾ സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തവണ പ്രോ സീരീസുകളിൽ പ്രോയിലും പ്രോ എക്സലിലും 42 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ കൊടുത്തിരിക്കുമ്പോൾ ഇവിടെ 9ൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 10.5 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോകളും മനോഹരമാണ്, യാതൊരു കുറ്റവും പറയാനില്ല. ഇതുപോലെ മനോഹരമായിട്ടുള്ള 2 ബോക്സിനകത്താണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ ആ പേപ്പർ കണ്ടില്ല ഒരു കൂറ ലുക്കാണ്. കാരണം ഈ റീസൈക്കിൾഡ് പേപ്പർ യൂസ് ചെയ്തൊക്കെയാണ് തോന്നുന്നു ഇത്തവണ ഈ ഒരു ഫോണിന്റെ ബോക്സ് തയ്യാറാക്കിയിരിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് കാണാൻ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഫിനിഷ് ഒന്നുമില്ല. ബോക്സിലല്ല കാര്യം. പിക്സൽ 9 സീരീസിൽ 3 ഫോണുകളാണ് പ്രധാനമായിട്ടും പുറത്തിറക്കിയിരിക്കുന്നത്. പിക്സൽ 9, അതുപോലെ പിക്സൽ 9 പ്രോ, ദെൻ പിക്സൽ 9 പ്രോ എക്സൽ. അപ്പോൾ പിക്സൽ 9ഉം പിക്സൽ 9 പ്രോയും രണ്ടും ഡിറ്റോ സെയിം സൈസാണ്. അതുപോലെ പിക്സൽ 9 പ്രോയും 9 പ്രോ എക്സലും ഏതാണ്ട് ഒരേ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഗൂഗിൾ ഇത്തരത്തിലൊരു എക്സൽ സൈസിൽ, സാധാരണ iPhone 15 Pro Max എന്നൊക്കെ പറയുന്ന പോലെ ഒരു എക്സൽ സൈസിൽ ഒരു ഫോൺ പുറത്തിറക്കുന്നത്. അപ്പോൾ നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഈ പേപ്പർ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ട് 2 ബോക്സ് ഞാൻ ഒരുമിച്ച് അൺബോക്സ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. കഴിഞ്ഞ തവണത്തേക്ക് ബോക്സിൽ നിന്ന് വളരെ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് രീതിയാണ്. ഇങ്ങനെ റാപ്പിംഗ് രീതിയിലാണ് ഇത്തവണ ഇതിൻ്റെ ബോക്സിന് ചുറ്റും ഈ ഒരു പേപ്പർ കൊടുത്തിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്.
ബോക്സിനകത്ത് ആ മുകൾ ഭാഗത്ത് ഇതുപോലെ ഇതിന്റെ മാനുവൽ യൂസർ മാനുവൽ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ദേ ഇരിക്കുന്നു 2 ഫോണുകളും. പിന്നീടുള്ളത് ഇതുപോലെ C2C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു പാക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് 9 സീരീസ് ഫോണുകൾ വന്നിരിക്കുന്നത് മനസ്സിലാവും. അതായത് പ്ലാസ്റ്റിക് തീരെ ഉപയോഗിക്കാത്ത തരത്തിലുള്ള പാക്കിംഗ്. എനിക്ക് ഒരു രക്ഷയില്ല, കൈ പിടിച്ചിട്ട് ഭയങ്കര ഒരു ഇൻഹാൻഡ് ഫീൽ. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പുറത്തിറക്കിയ പിക്സൽ 8 ഫോൺ. അപ്പോൾ ഇതുവരെ ഗൂഗിൾ പുറത്തിറക്കിയ പിക്സൽ ഫോണുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് നമുക്ക് ഇത്തവണ ഈ ഒരു പിക്സൽ 9 സീരീസ് ഫോണിൽ കാണാൻ സാധിക്കും. ആ ഒരു ക്യാമറ മൊഡ്യൂൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുൻ സീരീസിലൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് വരെ ഇറങ്ങി നിന്ന ഒരു വൈസർ ആയിരുന്നു ക്യാമറ മൊഡ്യൂളെങ്കിൽ ഇത്തവണ ഒരു സ്പെഷ്യൽ ഐലൻഡ് എൻറ്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിളിന്റെ സെർച്ച് ബാറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ വൈസർ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഇത്തവണ പിക്സൽ 9 സീരീസ് ഫോണുകളിൽ ഗൂഗിൾ നൽകിയിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ ചേഞ്ച് എന്തായാലും ഗൂഗിളിന്റെ മുൻകാല ഫോണുകളിൽ നിന്ന് കുറച്ചുകൂടി ഒരു ബ്യൂട്ടി നൽകിയെന്ന് വേണം നമുക്ക് പിക്സൽ 9 സീരീസ് ഫോണുകളെ വിശേഷിപ്പിക്കാൻ. നേരത്തെയൊക്കെ ഗൂഗിൾ പിക്സൽ 8ഉം പിക്സൽ 8 പ്രോയും മാത്രമായിരുന്നു വന്നിരുന്നത്. ഇത്തവണ പ്രോയിൽ തന്നെ 2 വ്യത്യസ്ത സൈസുകളിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോ സീരീസ് ഫോൺ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണ ഗൂഗിളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഈ 9 സീരീസിൽ കാണുന്നത്. ഞാൻ ഇതിനകത്ത് സിം ഇട്ട് ഉപയോഗിക്കുന്നത് പ്രോ എക്സൽ ആണ്. കഴിഞ്ഞ ഒരു ദിവസമാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഫോൺ ഉപയോഗിച്ചത്. പ്രോ എക്സൽ ഞാൻ ഉപയോഗിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചൊരു ഓവർ സൈസ്ഡ് ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഐഫോണിന്റെ കേസിൽ ഞാൻ ഒരിക്കലും പ്രോ മാക്സ് ഞാൻ ഓപ്റ്റ് ചെയ്യാറില്ല. നമ്മൾ ഇതിന്റെ ഡിസൈനിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രോ എക്സൽ മോഡൽ വന്നിട്ട് ഈ ഒരു ഫ്രെയിം ഒക്കെ വളരെ ഗ്ലോസിയും ബാക്ക് മാറ്റ് ഫിനിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ 9 വന്നിട്ട് ഈ ഒരു ഫ്രെയിം മാറ്റ് ഫിനിഷും ബാക്ക് ബോഡി വന്നിട്ട് ഗ്ലോസിയുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇത്തവണ ഈ ഫോണിന്റെ ബട്ടൺ ഒക്കെ നല്ല എന്താ പറയുന്നത്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി കാര്യമായിട്ട് പിക്സൽ 9 സീരീസിലേക്ക് വന്നപ്പോൾ ഗൂഗിൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള യൂണിഫോം ബെസൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബെസലിന്റെ ആ ഒരു സൈസ് ഒക്കെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം ബെസൽ നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ മാത്രമല്ല നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ ഇങ്ങനെ പറക്കുന്ന ടൈപ്പുള്ള ഒരു ഡിസ്പ്ലേ. എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത്തവണ പിക്സൽ 9 സീരീസ് ഫോണുകളെല്ലാം അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ആകുന്നത്. അടുത്തത് ഫോണിന്റെ പെർഫോമൻസ് സെക്ഷനാണ്. പെർഫോമൻസ് സെക്ഷനിൽ ഒരുപാടൊന്നും പറയാനില്ലാത്ത ഫോണുകളാണ് എപ്പോഴും ഗൂഗിൾ പിക്സൽ ഫോണുകൾ നമുക്ക് തമാശ രൂപേണെങ്കിലും പറയേണ്ടി വരും. കാരണം നിങ്ങളൊരു ഗെയിം ഒക്കെ കളിക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ഗൂഗിളിന്റെ പിക്സൽ എന്ന ആ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. കാരണം ഈ ഒരു ഫോണിനകത്ത് ഗൂഗിളിന്റെ സാംസങ്ങിന് കൈ കടത്തിയിട്ടുള്ള ടെൻസർ G4 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 4nm ചിപ്സെറ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഒരു ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്നൊക്കെ പറയുന്നത് ഒരു 12 ലക്ഷം വരെയൊക്കെയാണ്. മാത്രമല്ല ഇതിന്റെ CP ത്രോട്ട്ലിംഗ് ഒന്നും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഞാൻ പല വീഡിയോകളിലും കണ്ടു ചോമ്പിന്റെ ബഹളമാണ് ഇതിന്റെ CP ത്രോട്ട്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരിക്കലും ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോണല്ല. ഈ പിക്സൽ ഫോൺ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ അതിൽ ഗെയിം കളിക്കാൻ പോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ മണ്ടത്തരമായിരിക്കും എന്ന് വേണം പറയാം. എപ്പോഴും ഗൂഗിൾ പിക്സൽ ഫോണുകൾ എന്ന് പറയുന്നത് ഒരു ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഇത്തവണ വേറൊരു ഹൈലൈറ്റ് കൂടിയുണ്ട്. പിക്സൽ 9 പ്രോ സീരീസിലൊക്കെ അതിന്റെ മിനിമം റാം ആയിട്ട് നൽകിയിരിക്കുന്നത് 16 GB ആണ്. അപ്പോൾ ഇത്രയും ഒരു പെർഫോമൻസ് സൈഡിൽ ഈ പറഞ്ഞ 16 GB റാമും 4nm പ്രോസറും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഫോണിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ഈ ഒരു ഫോണിനകത്തുള്ള AI ഫീച്ചറുകൾ അത്ര കണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ആ ഒരു സ്പെക്ക് ഹൈ ആക്കി വെച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. അപ്പോൾ ഒരിക്കലും ഒരു വലിയ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. ബാറ്ററിയെ പറ്റി പറഞ്ഞാൽ പ്രോ എക്സലിൽ 5060 mAh ബാറ്ററിയാണ്. പ്രോയിലും 9ലും 4700 mAh ബാറ്ററിയുമാണ്. അതുപോലെ ചാർജർ വന്നിട്ട് 9ലും പ്രോയിൽ 27 വാട്ടും പ്രോ എക്സലിൽ വന്നിട്ട് 37 വാട്ടുമാണ്. ഓർക്കുക, നമ്മൾ കണ്ടതാണ് ബോക്സിൽ ചാർജ് ഇല്ല, പക്ഷേ 37 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് പ്രോ എക്സലിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണുകൾക്ക് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. ഫോണുകൾ 23 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററി പെർഫോമൻസ് ഒക്കെ ഗൂഗിളിന്റെ ഫോണുകളുടെ കാര്യത്തിൽ ഒരു തർക്കവും വരുത്തില്ല. കാരണം അവരുടെ സോഫ്റ്റ്വെയർ അത്രയും മികച്ച സോഫ്റ്റ്വെയർ ആണ്. ദർ ഇസ് നോ ബ്ലോട്ട് വൈസ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി കാർന്ന് തിന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച ബാറ്ററി ലൈഫ് ലഭിക്കും. എങ്ങനെ പോയാലും ഒരു 6 മണിക്കൂറിൽ കൂടുതലുള്ള സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈ പിക്സൽ 9 സീരീസ് ഫോണുകൾ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഒരു ദിവസം ആക്ച്വലി ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ബാറ്ററി കൃത്യമായിട്ട് എത്ര മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയാറായിട്ടില്ല. ഞാനിതിൽ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 80% ബാറ്ററി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണക്കേ എനിക്ക് പറയാൻ പറ്റും. 100% യൂസ് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെയാണ് 100% ചാർജിൽ നിന്ന് എടുത്തത്. ഇന്ന് ഈവനിങ് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക്, അല്ലെങ്കിൽ ഇന്ന് അത് 0%ലേക്ക് എത്തിയെങ്കിൽ കൃത്യമായ ബാറ്ററി ലൈഫിനെ പറ്റി പറയാൻ പറ്റും. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം
ഉറപ്പിക്കാം ഈ ഫോണുകളിൽ. മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 9 സീരീസിൽ വൈഫൈ 7 ഗ്ലോബലി നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വൈഫൈ 6 മാത്രമേ വരുന്നുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പിക്സൽ 8 പ്രോ സീരീസിലൊക്കെ കണ്ട ആ ഒരു ടെമ്പറേച്ചർ സെൻസർ ഇത്തവണ പിക്സൽ 9 പ്രോ എക്സലിൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ AI ഫീച്ചറുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകളെ മറ്റ് ഫോണുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് സാംസങ് S24 അൾട്രയിലൊക്കെ AI എന്നും പറഞ്ഞ് കൊണ്ടുവന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. അത്തരം AI ഫീച്ചറുകളുമൊക്കെ ആയിട്ട് ഗൂഗിൾ പിക്സൽ 9 സീരീസിൽ കൊണ്ടുവന്ന AI ഫീച്ചറുകളുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടൺ കണക്കിന് AI ഫീച്ചറുകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും അത്തരം AI ഫീച്ചറുകളെ പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ വാദോരാതെ പറയേണ്ടി വരും, വീഡിയോയുടെ ലിങ്ക് ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ പിക്സൽ ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പലർക്കും സാധ്യമല്ല. കാരണം ഒരിക്കലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണല്ല ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. കാരണം ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ഈ പറയുന്ന പ്രോ എക്സൽ എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ വിൽക്കുന്നത് 1,24,999 രൂപയ്ക്കും അതുപോലെ പിക്സൽ 9 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ വിൽക്കുന്നത് 79,999 രൂപയ്ക്കുമാണ്. അപ്പോൾ ആ പ്രൈസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി അല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറക്കുമ്പോൾ ഇത്രയും പ്രൈസ് കൂടുതലാണെങ്കിലും പിന്നീട് വരുന്ന ഓഫറുകളിൽ ഒരുപാട് വില കുറയുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് പിക്സൽ 8ൻ്റെ ഒക്കെ വില കാര്യമായിട്ട് കഴിഞ്ഞ ഓൺലൈൻ ഓഫറുകളിൽ ഗൂഗിൾ കുറച്ചിരുന്നു. ഒരുപക്ഷെ 1,24,999 എന്ന പ്രോ എക്സലിൻ്റെ വില 1,00,000 താഴേക്ക് കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒന്ന് ഓർത്ത് നോക്കണം, ഈ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഐഫോൺ പ്രോയുടെയും പ്രോ മാക്സിൻ്റെയൊക്കെ വില കേട്ടുകൊണ്ട് അത് ഓർത്തുകൊണ്ട് വേണം ഇതിൻ്റെയും വില കേൾക്കണം. ആ ഒരു ലെവലിലേക്ക് സത്യം പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ ഫോണുകളെ ഗൂഗിൾ ഉയർത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, നിങ്ങൾക്കുണ്ടെങ്കിലും.